പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിന്റെ ആ തിരുഹൃദയ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ ഹൃദയം, ആ മുള്ളുകൾ, ഹൃദയത്തിന് ചുറ്റും മുള്ളുകൾ വെച്ചിട്ടുള്ള ആ ഹൃദയം, ആ ഹൃദയം ഇരിക്കുന്ന യേശുവിന്റെ പുറത്താണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ, ശരീരത്തിനുള്ളിലല്ല. നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് ശരീരത്തിനുള്ളിലാണെങ്കിൽ യേശുവിന്റെ ആ മുറിവേറ്റ മുള്ളുകൾ, ഉൾക്കിരീടത്താൽ ചുറ്റപ്പെട്ട ആ ഹൃദയം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ശരീരത്തിന്റെ പുറത്താണ്. അപ്പോൾ യേശുവിനോട് അടുക്കുന്ന ഏതൊരു വ്യക്തിക്കും, യേശുവിനെ പുണരാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ മുള്ളുകൾ സ്വന്തം ഹൃദയത്തിൽ, സ്വന്തം ശരീരത്തിൽ തറച്ച് കയറപ്പെടാതെ, തുളഞ്ഞ് കയറപ്പെടാതെ യേശുവിനോട് അടുക്കാനോ യേശുവിനെ ആശ്ലേഷിക്കാനോ സാധിക്കുകയാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള വേറൊരു ദൈവിക രഹസ്യമുണ്ട്. ഇത് ആ മുള്ളുകളുടെ, മുൾക്കിരീടത്തിന്റെ മറ്റൊരു ഭാഗം തറഞ്ഞു കയറിയിരിക്കുന്ന ഈശോയുടെ തന്നെ ഹൃദയത്തിലാണ്, ഈശോയുടെ തന്നെ ഹൃദയത്തിലാണ്. അപ്പോൾ അവിടുന്ന് ആ യേശുവിന്റെ സ്നേഹത്തെ വലിച്ചെടുത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുള്ളുകളിലൂടെ നമ്മൾ യേശുവിനോട് ചേർന്ന് വരുമ്പോൾ, യേശുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ, യേശുവിനെ ആശ്ലേഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കയറുന്ന ആ മുള്ളുകളിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. എന്റെ ജീവിതത്തിൽ ഒരു പൈസ പോലും കയ്യിലെടുക്കാൻ ഇല്ലാതെ കയ്യിലുള്ള 2 വീലറിൽ 1/2 ലിറ്റർ പെട്രോൾ അളന്ന് മേടിച്ചിട്ട് ഒഴിച്ച് വണ്ടി ഓടിച്ച അനുഭവമുണ്ട്. ഒരു തുള്ളി പെട്രോൾ പോലും വണ്ടിയിൽ ഒഴിക്കാൻ പൈസ ഇല്ലാതെ വീട്ടിൽ ബൈക്ക് വെച്ചിട്ട് നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് പള്ളിയിൽ പോവുകയും മറ്റാവശ്യങ്ങൾക്ക് പോവുകയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ കാറും ബൈക്കും ഒക്കെ വീട്ടിലുണ്ടായിട്ടും ഒരു പൈസ പോലും കയ്യിൽ എണ്ണ അടിക്കാൻ ഇല്ലാതെ ഒരു പഴയ സൈക്കിൾ മേടിച്ചിട്ട് ആ സൈക്കിൾ ഉപയോഗിച്ച് എന്റെ ടൗണിൽ പോയി സാധനം മേടിക്കുകയും തിരിച്ചു വരികയും ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു മേരിച്ചേച്ചി ഉണ്ടായിരുന്നു. ഈ മേരിച്ചേച്ചി ഒരിക്കല് എന്നോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. ബിജു, ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ നിന്നെ മറക്കാൻ തക്ക സമ്പത്തും നിന്നെ വെറുക്കാൻ തക്ക ദാരിദ്ര്യവും തരരുത്. ആ ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞത്, ബിജു ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ നിന്നെ മറക്കാൻ തക്ക സമ്പത്തും നിന്നെ വെറുക്കാൻ തക്ക ദാരിദ്ര്യവും തരരുത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ്. കാരണം ഒരുവൻ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവരുന്നുമില്ല, ഇവിടുന്ന് തിരിച്ചൊന്നും കൊണ്ടുപോകുന്നുമില്ല. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ.